എന്തൊരു തണുപ്പ്! മഞ്ഞളി മലയുടെ താഴ്വരയിൽ കലോത്സവം ഭംഗിയായി നടത്താനും കലോത്സവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹകരണം പങ്കാളിത്തം ഉറപ്പാക്കാനും സാധിക്കും. അതുവഴി നിങ്ങളും വളരുകയാണ് ചെയ്യുക. ആ വളർച്ച നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാകട്ടെ. തീരാണ് ആൾക്കാർ തീരാണ് അനക്കറ്റാണ് തീരാണ്
അറിയില്ല, കണ്ണട എടുത്തില്ലൊക്കെ പറഞ്ഞ് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടേ വായിപ്പിക്കാറ്. ഡോക്ടറുടെ ഫാമില്ലാത്ത നല്ല കുട്ടിയാണ് അച്ഛൻ. എനിക്കത് ജനിക്കാതെ പോയ മോനെ പോലെ തോന്നുന്നു. അല്ല, ആർക്കല്ല തപ്പൊന്ന് ഉദ്ദേശം പറഞ്ഞേ. ആമിനല്ല, മൂക്കണം നോക്കണ്ടേ. നിങ്ങൾ ഈ ഗുളി കഴിക്കുന്നു, അതാ ഞാൻ ഡോക്ടറിനെ വിളിക്കണം. ഡോക്ടറല്ല, എന്റെ മൂക്കി കഴിച്ചു. അല്ല, സത്യം പറയാനോ ആ ഗുളി കഴിച്ച തല ഒന്നുമില്ലേ. സാരില്ല, അതിന് ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് കുട്ടികൾ മോളൊക്കെ വരുന്നത് അതെനിക്ക് ഇവിടുത്തെ സ്വത്ത് പണമൊക്കെ വെക്കും. പിന്നെ എനിക്ക് സ്വത്ത് പണവും എനിക്കെന്റെ മോളില്ലേ. മോളോട്ട് കണ്ട് വരി വരി മോളോട്ട് എത്ര വെച്ച് കാണിക്കാൻ തുടങ്ങിയിട്ട് വരി വരി. പക്ഷേ തനിക്ക് സുഖമില്ലാത്ത മുത്തശ്ശേ എങ്ങനെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകാൻ? വേണ്ട, എനിക്ക് പേടിയാ, വേണ്ട. ഈ അമ്മയ്ക്ക് ഒരിക്കലും മാനസിക രോഗമുള്ളതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. മാനസികാരോഗ്യ കേന്ദ്രം ഒരു ബാധിക ഒരിക്കലും സ്ഥലമായി കാണരുത്. ഈ അമ്മയെ കുറച്ച് കേടാടിക്കൂ. വേണ്ടോ വേണ്ട. 10 മാസം ഞാൻ ചുമന്ന് പ്രസവിച്ചെങ്ങനെ എനിക്ക് വേണ്ടോ വേണ്ട. ഇനി അച്ഛൻ്റെ മുഖത്ത് നോക്കി ഒറ്റൊരു തവണ മോനെ വിളിച്ചോട്ടെ. നമ്മുടെ ഈ കൊച്ചു ലോകത്ത് എന്തൊക്കെ മായാവിദ്യകളാണ് നടക്കുന്നത്. അങ്ങനെ ഒരു മായാവിദ്യ നമുക്കും കണ്ടാലോ. എന്റെ മനുഷ്യ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കുടിച്ചിട്ടേ വരത്തുള്ളൂ. നിങ്ങളുടെ മോൻ എന്താ ബന്ധം? ബൈക്ക് വേണമെന്ന് MDMA ആണെന്ന് അങ്ങനെയും കണ്ട്. നീ ഒരു കാര്യം ചെയ്യൂ, എന്റെ കാര്യം കമ്മലങ്ങൂരി കൊടുക്ക്, അവന്റെ ഷൂക്കേട് അങ്ങോട്ട് ഇരട്ടെ. അങ്ങനെ എന്റെ കാലേ കിടക്ക് കമ്മലൂരി കൊടുന്ന് നിങ്ങളുടെ മോന്റെ സൂക്കേട് തീർക്കാൻ നോക്കണ്ട. നീ പോയി അവനെ വിളി. മോനെ, പൊന്നു മോനെ. എന്താ അച്ഛാ? നിനക്കുണ്ടോ ബൈക്ക് വേണോ MDMA ആണോ ഷർട്ട് ആണോടാ? ആ അച്ഛ, ഇതിപ്പോ ട്രെൻഡിങ് ആയൊരു ബൈക്കാ. വെറും 10,000 രൂപയുള്ള MDMA എന്നാ പേര്. എന്താ നല്ല നോക്കി വാങ്ങിച്ചോളാം. ചീറ്റൊന്നും വാങ്ങിച്ചു വെച്ചേക്കല്ലേ കേട്ടോടാ. ശരി അച്ഛാ. എടാ, ബൈക്കാന്ന് പറഞ്ഞ അച്ഛനെ അമ്മയെ സമ്മതിപ്പിച്ചു. അളിയാ ആണോടാ? ഒറ്റക്കടിക്കല് അവൾമാർക്കും കൊടുക്കണം. ശരിയാടാ. 1 മാസത്തിന് ശേഷം. ഹലോ, ഓമനക്കുട്ടനല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ SI ആണ്. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ്. ഹലോ സാറ്, എന്തിനാണെന്ന് പറ. ഹലോ ഹലോ മെമ്പറ്, എൻ്റെ മോനെ പോലീസ് പിടിച്ചു. എന്തിനാ? എൻ്റെ MDMA എങ്ങാണ്ട് പറഞ്ഞ് ബൈക്ക് വാങ്ങിയതാ. എൻ്റെ ഓമനക്കുട്ട, അതിപ്പോ ബൈക്കല്ല, അതിപ്പോ മയക്കുമരുന്നാണ്. ഹലോ മെമ്പറേ, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ്. സാറേ, ഇതാണ് അപ്പുവിൻ്റെ അമ്മയും അച്ഛനും. എൻ്റെ കൊച്ചിന് എന്തിനാ സാറേ പിടിച്ചത്? നിങ്ങൾ കരയാതിരിക്കൂ. നിങ്ങളുടെ മോൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ്, അതുകൊണ്ടാണ്. ഇങ്ങനെ നിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് ഇവര് വളർത്തിയേ. എന്നിട്ട് നീ ഇവരോട് ഇത് കാണിച്ചത് മോശമായിപ്പോടാ, മോശമായി. അത് മെമ്പറെ, അച്ഛന് കള്ളു കുടിക്കാമല്ലോ, പിന്നെന്താ എനിക്കിത് ചെയ്ത? എന്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്കും പൊരുതാം. ജയ് ഹേ. മാനസായസിന് നമസ്കാരം. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയാണ് മോണാക്ട് രൂപയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.
എന്തൊരു തണുപ്പ്! 6 കര കവിയും ഇക്കണക്കിന് പെയ്താൽ. ഓ കതിരാ, ചേമ്പ, തേനിയെ, കിടാങ്ങളൊക്കെ അട്ട ചുരുന്ന പോലെ കിടന്നുറങ്ങുക. ഇടീനേക്കടെ കിടാങ്ങളെ ചുരുളാതെങ്ങനെയാ? കിടാങ്ങളുടെ തന്തയെന്നല്ലേ ധീരം പിടിപെട്ട് കിടപ്പ. കിടാങ്ങൾക്ക് തിന്നാനൊന്നുമില്ല. തിന്നാൻ തപ്പിത്തേടി കൊടുക്കാന്ന് വെച്ചാൽ ആ ദുഷ്ട തമ്പ്രാൻ വെച്ച വാഴയുടെ കൊലയും നട്ടന്റെ എല്ലാം കിഴങ്ങും കിങ്കരന്മാരെ വിട്ട് അപ്പാടെ പറിച്ചോണ്ട് പോയി. അപ്പ അപ്പ ഏന് വിശക്കുന്നപ്പ. പാളപാത്രത്തിൽ വെച്ച് വെള്ളം കുടിച്ച ഏനും ചെമ്പാനും തേനിയും വയൽ നിറച്ചത്. നെല്ലുകുത്തി അരി വേവിച്ച് വെള്ളവും ചോറും എത്ര നാളായപ്പ കഴിച്ചിട്ട്. കതിര കരയാതുള്ള അപ്പാനും അമ്മായും ധീരം പെട്ട് കിടപ്പായതല്ലേ. കേൾക്കുമ്പോ നമുക്ക് തീറ്റയും കൂടിയും കൊണ്ടു തരും അല്ലേ അപ്പാ? തേനി അപ്പാടെ തീ കായുന്ന ധനിപ്പോടിയിൽ 2 കിഴങ്ങ് ചുട്ടു വെച്ചിട്ടുണ്ട്. മക്കളെ ഇങ്ങ് വന്നേ, മക്കൾ അതങ്ങെടുത്ത് തിന്നോ? വേണ്ടപ്പാ, ദിനപ്പാട് മാറാത്ത വെല്ലിപ്പ അത് കഴിച്ചോ. ഏങ്ങക്ക് വെള്ളം മതി അല്ലേ കതിര? വെല്ലിപ്പായ്ക്ക് വെക്കുന്നൊന്നും മക്കള് കഴിക്കരുതെന്ന് ഏങ്ങടെ അപ്പനും അമ്മയും പലതവണ ഓതി തന്നിട്ടുണ്ട്. അതെ, വെല്ലിപ്പ തന്നെ കഴിച്ചാൽ മതി. തൊണ്ടയിങ്ങിറങ്ങിൽ കിടാങ്ങൾ വയറൊട്ടിയ ഏങ്ങക്കില്ലാതെ ഏന്റെ പള്ള കഴിക്കാൻ പറ്റുമോ? ആരാ തേച്ചോ? ചാറ്റമ്പഴ നനയാതെ കൂര പോയി കിടക്കില്ലടോ. ധീരം പിടിവിട്ട മാറാൻ കാലങ്ങളെടുക്കും. ഇവിടെ 2 ആളാ ധീരം പിടിവിട്ട് കിടക്കുന്നത്. തേത്താ പെരെ തീ പോയിട്ട് 5-6 നാളായടാ. കോമരമൂപ്പോ, ഈ നിൽക്കുന്ന വാഴക്കൊല വെട്ടി കിടാങ്ങൾക്ക് കൊടുക്ക്. അപ്പ ഈ വാഴക്കൊല വെട്ടി ഏങ്ങത്ത് താ അപ്പ. തൊട്ട് പോരുത്. ഇത് ഈ നാട് വാഴുന്ന തമ്പ്രാനുള്ളതാ. തമ്പ്ര അത് കൊണ്ടുപോകരുത്. തമ്പ്ര ഏങ്ങയുടെ കിടാങ് പട്ടിണി മാറ്റാൻ നട്ടു വളർത്തിയതാ. അത് കൊണ്ടുപോകരുത് തമ്പ്ര. മാറി നിക്കടാ. ഇത് നന്ദി, നമസ്കാരം. ബഹുമാന സദസ്സിന് നമസ്കാരം. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയാണ് മോണാക് രൂപേണ അവതരിപ്പിക്കുന്നത്. ഓ ഓ എന്തൊരു തണുപ്പ്! 6 കര കവിയും ഇക്കണക്കിന് പെയ്താൽ അട്ട ചുരുന്ന പോലെ കിടന്നുറങ്ങുക. ചുരുട്ട് കിടന്നുറങ്ങാൻ എങ്ങനാ? ഗ്രാമത്തെ തന്റെ തന്നെയൊക്കെ തീരെ പിടിപെട്ട് കിടപ്പ. ഗ്രാമക്ക് തിന്നാനൊന്നുമില്ല. തിന്നാൻ തപ്പിത്തടി കൊടുക്കാന്ന് വെച്ചാ ആ ദുഷ്ട തമ്പ്രാൻ വെച്ച വാഴ കൊലയും നട്ടതിന്റെ എല്ലാം കിഴങ്ങും കിങ്കരന്മാരെ വിട്ട് അപ്പാട് പറിച്ചോണ്ട് പോയി. മീന് വന്നു, മുയലും മിട്ടു വന്നൊരു ആമയും ഉണ്ടായിരുന്നു. അവർ 2 പേരും വലിയ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ 2 പേരും അലമ്പുണ്ടാക്കി. അതെന്തിനാന്നു? അവർ ഓട്ടം മത്സരത്തിന് മിട്ടുവായിരുന്നു. വലിയ ഓട്ടം മത്സരം. അല്ലല്ല, മീനു ആമ പറഞ്ഞു. അല്ല, ഞാനാ വലിയ ഓട്ടക്കാരൻ. ആനിക്കേട് സെന്റ് തോമസ് സ്കൂൾ കലോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹൈ എന്താ
ഭയങ്കര പൂച്ച വരുന്നേ. പൂച്ച തൊട്ടേ അടുത്ത് വന്ന ഈ പൂച്ച കിടന്ന് പരിപാടി കാണിക്കുന്നത്. ഓമേന തിങ്കൾ കിടാവോ നാദസ്വരത്തിന്റെ ഒച്ചയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലേ? പശുവിന്റെ വെച്ചം. നന്ദി, നമസ്കാരം. ബഹുമാന സദസ്സിന് നമസ്കാരം. നമോ നമസ്തേ സോദരരെ, നാം നിൽപ്പൂ നവയുഗവേദിയിൽ. ജീവിതമാകും നാടകം, അതിൽ നിന്നെടുത്തതാണ് ഈ കഥനകഥ. നമോ നമസ്തേ, നമോ നമസ്തേ, നമോ നമസ്തേ. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് രാമു. മഞ്ഞണി മലയുടെ താഴ്വരയിൽ മഞ്ചുള്ള മോഹനമായ ഗ്രാമം. ആ ഗ്രാമത്തിൽ തൊടുകുറിയായി വിലസും സരസ്വതി നിലയമത. ആ ഗ്രാമത്തിൽ തൊടുകുറിയായി വിലസും സരസ്വതി നിലയമത. സഹ്യാദ്രി സാനുവിൽ ശാന്തമായി ഉറങ്ങുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ തൊടുകുറയെ പല്ലവസിക്കുന്ന ഒരു വിദ്യാലയമാണ് ആ കാണുന്നത്. നമുക്കും അവിടേക്കൊന്ന് കടന്നു ചെല്ലാം. ഹെഡ് മാസ്റ്റർ മുമ്പിൽ വെറും 15 വയസ്സ് തികയാത്തൊരു പയ്യനും അവന്റെ വൃദ്ധമാതാവുമാണ് ആ നിൽക്കുന്നത്. ആമതന്റെ മകന് വേണ്ടി വീറോട് വാദിക്കുകയാണ്. എന്റെ മോൻ മോഷ്ടിക്കില്ല, മറ്റാരോ ചമച്ചൊരു കെണിയാണിതിനൊക്കെ കൂട്ടു നിങ്ങളും നിൽപ്പൂ. എന്റെ മോൻ മോഷ്ടിക്കില്ല, മറ്റാരോ ചമച്ചൊരു കെണിയാണിതിനൊക്കെ കൂട്ടു നിങ്ങളും നിൽപ്പൂ. ആരാണ് രാമു? ആരാണ് രാമു? അവനാണ് രാമു, സ്കൂളിലെ വിദ്യാർത്ഥി നേതാവ്. ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വെറും 10 രൂപ മോഷ്ടിച്ചതിനാണ് കേസ്. ചൂതരം ചുരത്തിക്കൊണ്ട് ഹെഡ് മാസ്റ്റർ അടുത്തെത്തി. നേരെ ചൊല്ലുന്നതാണ് ഉത്തമമല്ലെന്നെങ്കിൽ. ഹെഡ് മാസ്റ്റർ ഭീഷണിക്ക് മുമ്പിൽ അവൻ ചെല്ലുന്ന ചൂളി. കുറ്റം സമ്മതിച്ചാലോ എന്നൊരു ഭാവം. അത് തിരിച്ചറിഞ്ഞിട്ടെന്ന പോലെ ആ അമ്മ ചാടി പറഞ്ഞു കഴിഞ്ഞു. ശിക്ഷിക്കാനുള്ള ഒരു ഭാവമാണെങ്കിലോ ക്ഷണം ഞങ്ങൾ ഇറങ്ങിടുന്നു. ആമതിനും അവന്റെ കൈക്ക് പിടിച്ചു വലിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. അധ്യാപകർ പരസ്പരം നോക്കി നിന്നുപോയി. അതോടെ രാമുവിന്റെ പിടുത്തം നിന്നു. മോഷ്ടിച്ച പണം അവൻ ചിലവാക്കി. ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അയൽ പറമ്പിൽ നിന്നും ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി. വഴക്കൂലകളും തേങ്ങകളും വരിപ്പാറിച്ചു കുരുമുളകും നെല്ലരി നാരങ്ങ പപ്പടവും തഞ്ചത്തിൽ വീട്ടിലവനൊതുക്കി. മോഷ്ടിച്ച സാധനങ്ങൾ യാതൊരു എതിർപ്പും കൂടാതെ ആമ്മ ഭദ്രമായി ഒതുക്കി. മകന്റെ ഭാവിക്ക് കോടാലി വെക്കാണ് താനെന്ന് ആമ്മ ഓർത്തതേയില്ല. വേനലും മഞ്ഞും മഴയുമായി കാലം പാതുക്കെ കടന്നുപോയി. രാമു മുതിർന്നൊരു മനുഷ്യനാണ്. സിനിമ പടാമുള്ള ലുങ്കിയൊന്നുടുത്തിട്ട് ഇളിയിൽ കഠാരയും തിരുകി പിന്നെ തന്റെ നരങ്ങ കോർക്കാന്തക്ക കെൽപ്പുള്ള കൊമ്പം മിശ മെല്ലവേ തലോടിയും വിരുളി പരൂപമായി കൃതാപും ചുഴുമ്പട്ട തലപ്പൗടും കൂടി തലസം ഗമിക്കുന്നു ഉഗ്രനായി വളർന്നവൻ. പുള്ളിയുടെയും കൊള്ളിവെപ്പിന്റെയും കഥകളുമായിട്ടാണ് ദിനവും നേരം പൊളിയുന്നത്. പോലീസുകാരുടെ മർദ്ദനത്താൽ അനേകർ അവശരായി. ആടിക്കാണ് അത് സംഭവിച്ചത്. ഒരു ബാങ്കറും വീട് കൊള്ളയടിക്കപ്പെട്ടു. ബാങ്കറും മോമാന പുത്രിയും ഭാര്യയും
രാമുവൻ കയ്യാൽ മരണമേറ്റു. ചോരക്കാലത്തിൽ പൂതഞ്ഞോരാമേനികൾ കാണികൾക്കുള്ളിൽ ഭയം വളർത്തി. ചോരക്കാലത്തിൽ പൂതഞ്ഞോരാമേനികൾ കാണികൾക്കുള്ളിൽ ഭയം വളർത്തി. അങ്ങനെ ആ ബാങ്കറിന്റെ മണിമാളിക ഒരു കുരുതിക്കളമായി മാറി. ചിലർ പോലീസ് അറസ്റ്റിൽ പഴിച്ചു. നാടെല്ലാം തേടി പോലീസ് നായം സഹായത്തിനെത്തി. നാടെല്ലാം തേടി പോലീസ് നായം സഹായത്തിനെത്തി. ഘോരവനത്തിന്റെ ഉള്ളിൽ നിന്നും ഘാതകന്മാരെ പിടിച്ചു. ഘോരവനത്തിന്റെ ഉള്ളിൽ നിന്നും ഘാതകന്മാരെ പിടിച്ചു. രാമു കുറ്റം സമ്മതിച്ചു. അവൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ജയിലറയിൽ ഏകാന്തതയും മരണവും കാത്തു കഴിയുന്ന അവന്റെ മനസ്സിൽ ഭൂതകാല സംഭവങ്ങൾ ഓരോന്നായി അണിനിരുന്നു. ഹോ, എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര നിരപരാധികളുടെ കണ്ണുനീർത്തുള്ളികൾ. ഹോ ഈശ്വര, ആപാന്തകാരത്തിൽ ഞാൻ പതിച്ചു. പാഴിലായി തീർന്നൊരു ജീവിതവും പാറി പറക്കാൻ കൊതിച്ചോര പക്ഷങ്ങൾ പാടെ കരിഞ്ഞ് നിലം പതിച്ചു. പാടെ കരിഞ്ഞ് നിലം പതിച്ചു. ദിനരാത്രം ഓരോന്നായി കൊഴിഞ്ഞു വീണു. അങ്ങനെ ആ ദിവസം എത്തി. അതാ രാമു കൊലകളത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. അവന്റെ അന്ത്യാഭിലാഷം അനുസരിച്ച് അവന്റെ അമ്മയും എത്തിച്ചേർന്നിട്ടുണ്ട്. 4 കണ്ണുകൾ ഏറ്റുമുട്ടി അമ്മയും മകനും. അമ്മേ, ഞാൻ മകനിതാ നിൽക്കുകയാണിവിടെ. തുടർന്ന് പറയുവാൻ ഗദ്ഗതം അവനെ അനുവദിച്ചില്ല. അവൻ തേങ്ങിപ്പോയി. അവണ്ടു ഞാൻ മോഷ്ടിച്ചപ്പോൾ എന്തു നീ ശിക്ഷിച്ചില്ല? എന്തിനു കരയുന്നു? കാരണം നീതാനല്ലേ. പണ്ടു ഞാൻ മോഷ്ടിച്ചപ്പോൾ എന്തു നീ ശിക്ഷിച്ചില്ല? എന്തിനു കരയുന്നു? കാരണം നീതാനല്ലേ. അമ്മേ, എന്റെ പൊന്നമ്മേ, പണ്ട് ഞാൻ മോഷ്ടിച്ചപ്പോ എന്തുകൊണ്ട് എന്നെ ശിക്ഷിച്ചില്ല? എന്തുകൊണ്ട് എന്നെ ചെറുവിരൽ അറുത്തില്ല? ആമ പൊട്ടിക്കരഞ്ഞു. മോനെ രാമു, എന്നോട് ക്ഷമിക്കും മോനെ. ആമയുടെ ശബ്ദം അവനെ രോക്ഷം വളർത്തി. അവൻ മുമ്പോട്ടാഞ്ഞു. ആ കൈകൾ അമ്മയെ ചുറ്റി ഒരു ചുടിച്ചുംബനം. പക്ഷേ അതൊരു ചുംബനമായിരുന്നില്ല. നേർവഴി കാട്ടാത്തൊരാ തായ തന്നാസികാഗ്രം രോക്ഷമോടവൻ കടിച്ചെടുത്തിട്ടേവം ചൊല്ലി, അമ്മ, നിങ്ങളും ഒരു അമ്മയോ? എന്റെ ജീവിതം ചുട്ടരുത്. രക്തരക്ഷം അവൻ
ಗಣಪತಿ ತರಿ ತರಿ ಧಣ 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 ಜುಣುದನ ತನ್ನ ಗಣಪತಿ ತರಿ ತದಣ ಧಣ ಜುಣು ತೊಂದಿನ ತನ್ನ ಗಣಪತಿ ತರಿ ತರಿ ತದಣ ಧಣ ಧನ ಜುಣು ಗಣಪತಿ ತರಿ ತರಿ ಧಣ 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 ಜುಣುದ ಗಣಪತಿ ತರಿ ತದಣ ಧನ ಜುಣು ಗಣಪತಿ ಗಣಪತಿ ಗಜಮುಖ
ചക്കിപ്പരുന്തിന്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട
കളിക്കണത് വെള്ളിവെള്ളത്തിലോടി കളിക്കണ വെള്ളിപ്പരലിന്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം ചെളി വെട്ടി പാറ്റി കിടക്കണ കണ്ണം വരാല് പറയണല്ലോ എന്തിനാടാ വെള്ളിപ്പരല് വെള്ളത്തിന്മേലെ കളിക്കണത് കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ കണ്ണ് ചല ചല മീൻപോട്ട് വെള്ളത്തിലോടി കളിക്കണ മീനിന്റെ കണ്ണ് ചല ചല മീൻപോട്ട് കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം ചുണ്ട പിള്ളേരെറിഞ്ഞാൻ കൊളുത്ത് മിണ്ടാടി കടിക്കണ്ടടാ പരലേ കഴുതച്ച് വറുത്തിട്ട് കുത്തരി ചോറിന്റെ കൂടെ പിടിക്കും കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം പിമ്പ് പറഞ്ഞിട്ട് പാടാതെ വെള്ളത്തിലോടി കളിക്കണ പരല് വന്നിട്ട് കാഞ്ചി പറന്നപ്പോൾ ചക്കിപ്പരുന്തിന്റെ കാലും കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം മരം പൂത്തുലഞ്ഞി പൂവാകയിൽ പൂത്തമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പൂമരം പൂത്തുലഞ്ഞി പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പൂമരം പൂത്തുലഞ്ഞേ പൂവാകത്തുമ്പി എന്നെ മറന്നോ എന്നെ ഓമന പെൺകിടാവേ ഇനി എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ ചുണ്ടിൽ ഞാൻ നൽകാം 100 ചുംബന പൂക്കളിന്ന് പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പച്ച വിരിച്ചൊരുങ്ങി കൊച്ചുമരത്തണലിൽ നിന്നെ കുറിച്ചെന്നും ഞാൻ പാടുന്നു പെൺകിടാവേ ഇനി തണ്ടിൽ ഞാൻ പാടുന്നിരാകും എന്നെ മറന്നു എന്നെ നീ വിരിഞ്ഞു പോയി കുമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ അവൾ പൈകിളിയും പാടുന്നു മെല്ലെ എന്റെ കിളിക്കൊഞ്ചൽ ഞാൻ ഓർക്കുന്നു പൈകിളിയെ ഇനി എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ ചുണ്ടിൽ ഞാൻ നൽകാം 100 ചുംബന പൂക്കളിന്ന് പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. നമസ്കാരം. വിശ്വാസങ്ങളെ പറ്റിയും ആചാരങ്ങളെ പറ്റിയുമായിട്ടുള്ള ഒരു ചെറിയ നാടൻ പാട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോൾ അമ്മ മുടി കെട്ടുമ്പോൾ ആടിക്കളിക്കുമ്പോൾ